ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രി 12th ഇലക്ട്രോ കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത്. അപ്പം ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 11th സ്റ്റാൻഡേർഡിലെ ഒരു ടോപ്പിക്കാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ബേസിക് കോൺസെപ്റ്റ് കെമിസ്ട്രി. 11th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ച ചാപ്റ്റർ, അതായത് സം ബേസിക് കോൺസെപ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ. അത് ആക്ച്വലി ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. അത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ബേസിക്കായിട്ട് കുറേ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടന്റ് നമ്മൾ പല ചാപ്റ്ററുകളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് നമ്മൾ സൊല്യൂഷൻ, സെക്കൻഡ് ഇയറിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. അപ്പം ബേസിക് കോൺസെപ്റ്റ് കെമിസ്ട്രിയിൽ ലാസ്റ്റ് പാർട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് സൊല്യൂഷനിലാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ സൊല്യൂഷനും കൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് സം ബേസിക് കോൺസെപ്റ്റ് കെമിസ്ട്രി. ഇതിൽ ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടുകളാണുള്ളത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആറ്റംസ്, മോളിക്യൂൾസ്, കോമ്പൗണ്ട്, മിക്സർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സേഴ്സ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് സം മെഷർമെൻറ്റ്, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്. സെയിം കണ്ടന്റ് ഹിയർ ആൾസോ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ വെൻ വി ആർ ഡൂയിങ് എക്സ്പെരിമെൻറ്റ്, വെൻ വി ആർ ടേക്കിംഗ് റീഡിംഗ് ആൻഡ് വെൻ യു ആർ ഫൈനലൈസിംഗ് ദ ആൻസർ, there we are using the term precision and accuracy. പ്രിസൈസും ആക്യുറേറ്റും വാല്യൂസ്. നമ്മൾ എടുക്കുന്ന റീഡിങ് ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ റീഡിങ് എടുത്തിട്ടാണ് ലാസ്റ്റ് ആവറേജ് എടുക്കുന്നത്. ആ എടുക്കുന്ന റീഡിങ് ഓരോന്നും അടുത്തടുത്ത റീഡിംഗ് ആണെങ്കിൽ ഓക്കെ, ദെൻ ദറ്റ് വാല്യൂസ് ആർ പ്രിസൈസ്. പിന്നെ നമ്മൾ പ്രിസിഷൻ വെച്ചുകൊണ്ട് നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് ദ എക്സാക്ട് കറക്റ്റ് വാല്യൂ, ദെൻ ദ റിസൾട്ട് ഈസ് ആക്യുറേറ്റ്. ദറ്റ് ഈസ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ദെൻ when you are calculating an answer for final result, then after the decimal we are putting 2 digit maximum. More digit we are rounding. Okay, so what are the significant figures? That figures only we are including there. So in physics also you studied how to find out the significant figures. Here also the same concept is there. When you are getting a number, how to identify the significant figures present in that number. Some rules and regulations are there, rules are there for finding significant figures. So that rules here also you have to follow. Then after that is some unit, that unit you have to convert, unit and conversion. Centimeter convert into meter, gram to kilogram, picometer to centimeter and meter, Armstrong to centimeter and meter. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പല ചാപ്റ്റേഴ്സിലായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ കൺവേർഷൻസ് എല്ലാം തറവായിരിക്കണം. Then after that in the chapter you are studying laws of chemical combination. Laws of chemical combination. അതിൽ നിങ്ങൾ 4 laws പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് law of conservation of mass, second one law of definite proportion, third one law of multiple proportion, and fourth one law of reciprocal proportion. The first law is what? Law of conservation of mass. Who introduced that law? Lavoisier. Law of conservation is a basic ആണ്. എല്ലാ നോട്ട് ഓൺലി കെമിസ്ട്രി ഇൻ ദ സയൻസ് സബ്ജക്റ്റിൽ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു law ആണ്. Matter can either be created nor be destroyed, or in a chemical reaction total mass of the reactant should be equal to total mass of the product. That is the reason we are balancing, or we should write only balanced chemical equation to obey law of conservation of mass. But whenever you are writing a chemical equation, you have to write only balanced chemical equation to obey this law. Then second one, law of definite or constant proportion. Definite or constant proportion. It is introduced by the scientist Joseph Proust. The law states that a compound, same compound always contains same elements combined in same fixed proportion by mass. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ മോളിക്യൂൾ, കാർബൺ ഡൈ ഓക്സൈഡ്, നമുക്ക് ഒരുപാട് മെത്തേഡ് പ്രിപ്പറേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാം. കാർബണിനെ ബേൺ ചെയ്യിച്ച്
കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യിച്ച് കാർബണേറ്റ് സാൾട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കളക്ട് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ആർ ദെയർ ഫോർ കാർബൺ ഡയോക്സൈഡ്. Whatever it is the method of preparation, the carbon dioxide obtained must contain only one carbon atom and two oxygen atom combined in the ratio of CO2 is always combined in the ratio of 12:32, that is 3:8. ഈ ഒരു റേഷ്യോയിൽ മാത്രമേ കാർബൺ ഡയോക്സൈഡ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ നമ്മൾ ഏത് രീതിയിൽ കാർബൺ ഡയോക്സൈഡ് പ്രിപ്പയർ ചെയ്താലും. ദാറ്റ് ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ്. പ്രൊപ്പോർഷൻ ഈസ് ആൾവേസ് ഡെഫിനിറ്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഏത് ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ആ കറക്റ്റ് ലോ ചൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ലോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ലോ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോസഫ് ഫ്രൗസ്റ്റ്. ദെൻ ഗോ ടു ദ തേർഡ് ലോ. തേർഡ് ലോ ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. Law of definite proportion introduced by John Dalton. Law of definite proportion. Sorry, definite proportion നമ്മൾ പഠിച്ചു. Law of multiple proportion. Second one ആയിരുന്നു definite. Law of multiple proportion. It is introduced by John Dalton. Law of multiple proportion നമ്മൾ define ചെയ്യുമ്പോൾ രണ്ട് element combine ചെയ്യുന്നു. There is a chance for getting more than one compound. For example, carbon oxide combine ചെയ്യുമ്പോൾ we will be getting carbon monoxide and carbon dioxide. Sulfur oxide combine ചെയ്യുമ്പോൾ SO2 and SO3. Phosphorus chlorine combine ചെയ്യുമ്പോൾ PCl3 and PCl5. So the condition is two elements are combining. There is a formation of more than one compound. CO2. There is a chance for CO and CO2. Oxygen excess ആണെങ്കിൽ CO2, oxygen limited ആണെങ്കിൽ CO. ഈ രണ്ട് കോമ്പൗണ്ടിൽ ഒരു എലമെന്റ് ഫിക്സഡ് ആണ്, മറ്റേ എലമെന്റ് ഡിഫറെന്റ് ആണ്. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റിന്റെ മാസിന്റെ റേഷ്യോ എടുത്താൽ what is the mass ratio? Oxygen mass ratio 16:32, that is 1:2. It is always a simple whole number ratio, that is law of multiple proportion. Suppose you are getting some options NaCl and KCl. Second one NO2 N2O3. Then third one calcium oxide zinc oxide. Fourth one CuO and Cu2O. I am giving you four options. Which option we can use to explain law of multiple proportion? ഈ നാല് ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് law of multiple proportion എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആദ്യത്തെ കോമ്പൗണ്ട് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ രണ്ട് കോമ്പൗണ്ടിലും ഒരേ എലമെന്റ് തന്നെ ആയിരിക്കണം. സോ ഹിയർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബോത്ത് ദ എലമെന്റ്സ് ആർ നോട്ട് സെയിം. ഹിയർ ഇറ്റ് ഈസ് not possible. Here both the elements are same but one element must be fixed. രണ്ട് കോമ്പൗണ്ടിലും ഒരു എലമെന്റ് ഫിക്സഡ് ആയിരിക്കണം. Here there is no fixed element. Okay, both are different only. Then come to the third one. Here there is no same element. Both the elements are not same. And come to the fourth one. Both the elements are same and in that one element is fixed and the other element is different. So we can explain law of multiple proportion with the fourth one, CuO and Cu2O. Then next one, law of reciprocal proportion. Introduced by the scientist Richter, R-I-T-C-H-E-R. Law of reciprocal proportion. Say in a reaction, an element A combined with B in the ratio of X:Y, B combined with C in the ratio of Y:Z. Then A combined with C in the ratio of X:Z, or simple multiples of it. You can take an example. There is a combination carbon combined with hydrogen. Starting from carbon, carbon combined with hydrogen. What is the formula? CH4. What is the ratio? 12:4. That is 3:1. Carbon hydrogen combined ratio 3:1. Then so here AB, A is carbon, B is hydrogen. Now hydrogen combined with oxygen, we are getting the compound is 1 H2O, 2E2, 2:16, that is 1:8. So here we are getting the ratios are first one 3:1,
second one 1:8. Then the combination is here carbon plus hydrogen, then hydrogen plus oxygen, now carbon plus oxygen, CO2. What is the ratio? 3:8. These two combination, now these two combine, now these two combine, CO2 12:32, 3:8, 3:8. This is the law of reciprocal proportion introduced by the scientist Richter. Clear now? Based on this combination, different element we can consider, not only carbon, hydrogen and oxide, any element we can consider, and this ratio we can directly, we will be getting here 3:8, but sometimes it may be multiples of 3 and 8, that way also it will be coming. Okay, law of reciprocal proportion. Then after that, in the chapter you studied one law of Gay-Lussac law of gaseous volume. Gay-Lussac law. Gay-Lussac law of gaseous volume. The last state that ഈ law നമ്മൾ apply ചെയ്യുന്നത് in the case of reactant and product are in gaseous state. Reactant and product gases ആണെങ്കിൽ മാത്രമേ ഈ law നമുക്ക് apply ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും gases ആണെങ്കിൽ അവ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ, മോൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ it is always a simple whole number ratio. For example, N2 combined with oxygen will be getting 2NO. What is the mole ratio? 1:1:2. Then N2 plus 3H2 gives 2NH3. What is the mole ratio? 1:3:2. Why we applied this simple ratio? We are getting, why? Because all are gases. When gases combine to form gaseous product, there exists a simple whole number ratio between the gaseous reactants and product at a constant temperature and pressure. That is Gay-Lussac law. When gases combine to form gaseous product, what a condition? Reactant and product only gases, then only we can apply. Then gases combine to form gaseous product, there exists a simple whole number ratio between gaseous reactants and product at a constant temperature and pressure is Gay-Lussac law. Then after that you studied Avogadro law. States of matter chapter നിങ്ങൾ പഠിച്ചിട്ടുണ്ട് Avogadro law. Their condition, we are taking different gases at a same temperature and pressure. Same temperature and pressure നമുക്ക് എത്ര ഗ്യാസ് വേണമെങ്കിലും കളക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എഫോർട്ട് എന്താണെന്ന് വെച്ചാൽ we have to equalize the volume of all gases. If we can equalize, then all must contain same number of molecules. That is Avogadro law. Equal volume of all gases under the same conditions, so temperature and pressure contain same number of molecules, V proportional to N. Avogadro law. Okay, then like that you studied the state of matter, Graham's law of diffusion. And gases nulladana, Graham's law of diffusion. The last state, the rate of diffusion is inversely proportional to square root of its density. R proportional to square root of 1/d. Rate of diffusion is inversely proportional to square root of its density, that is Graham's law of diffusion. Dalton's law, അങ്ങനെ ഒരുപാട് ലാസുകൾ പഠിച്ചിട്ടുണ്ട്. ഈ ലാസുകളെല്ലാം നമ്മളിവിടെ കോറിലേറ്റ് ചെയ്ത് വരുന്നതാണ് ലാസുകൾ. Okay, then after that the term atom is first introduced by John Dalton. Dalton's atomic theory നിങ്ങൾ ലോവർ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് Dalton's atomic theory. Okay, then come to the next topic you studied, there is atomic mass. Atomic mass നമ്മൾ ആദ്യം എടുത്തത് relative atomic mass ആണ്. What is one by relative atomic mass? It is the mass of an atom that are related to 1/12 the mass of a carbon 12 atom. Relative atomic mass. What is it? It is the mass of an atom that are related to 1/12 the mass of a carbon 12 atom. അപ്പം relative atomic mass നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് AMU ലാണ്, atomic mass unit. 1 AMU is equal to mass of a carbon 12 atom by 1/12 the mass of a 1/12 the mass of an atom. Mass of a carbon 12 atom. ഒരു കാർബൺ 12ന്റെ ആറ്റം, കാർബൺ 12 എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ആണ് 12. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ് ഏതൊരു എലമെന്റിന്റെയും ഒരു ആറ്റത്തിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റോമിക് മാസിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ് എന്ന് വെച്ചാൽ 12 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കണം. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം? 1 by അവോഗാഡ്രോ നമ്പർ. How to calculate the mass of a sodium atom? Is atomic mass by Avogadro number. What is the atomic mass of sodium? 23 by Avogadro number. That is mass of a single atom.
That mass we have to relate with 1/12 the mass of carbon 12 atom. Okay, that is a relative atomic mass. Then after that we studied mole concept. Mole concept വെച്ച് നമ്മൾ ന്യൂമറിക്കൽസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്കറിയാം അമേഡിയോ അവോഗാഡ്രോ എന്ന സയന്റിസ്റ്റ് ആണ്. 1 mole of any substance that contain Avogadro number of particles. ആ നമ്പർ ഒരു കോൺസ്റ്റന്റ് ആണ് 6.022 into 10 to the power 23. ഓക്കെ, മോൾ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മോൾ കോൺസെപ്റ്റ്. നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ്, ഇലക്ട്രോൺസ് ഇതെല്ലാം കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൗണ്ടിങ് ഫാക്ടർ ആണ് മോൾ കോൺസെപ്റ്റ്. ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന കൗണ്ടിങ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്ത എലമെന്റ് കാർബൺ 12 ആണ്. കാർബൺ 12നെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. കാരണം അന്നുണ്ടായിരുന്ന വെച്ച് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് ആയിരുന്നു കാർബൺ 12. സോ ദേ സെലക്ടഡ് കാർബൺ 12. സോ ഫസ്റ്റ് വി കളക്ടഡ് 12 gram of carbon 12 atom. 12 gram carbon 12 we collected. Why we taken 12 gram? Because the atomic mass of carbon is 12. So 12 gram we collected and then we counted how many atoms are there in 12 gram of carbon, and there we got it a fixed number. That number is introduced by Avogadro, so that number is called Avogadro number. So that number is 6.022 into 10 raised to 23. Okay, so that number we taken from which element? Carbon 12 atom. Why we selected 12 gram? Because the mass number of carbon is 12. And 12 gram carbon eduthu ade number നമ്മൾ fix ചെയ്തു. ഇനി how we can apply this concept to remaining all elements? Suppose in the case of sodium, ഞാൻ സോഡിയം ആറ്റം കളക്ട് ചെയ്തു. എത്ര എണ്ണം കളക്ട് ചെയ്തെന്ന് അറിയാവോ? 6.022 into 10 raised to 23 സോഡിയം ആറ്റം ഞാൻ കളക്ട് ചെയ്തു. എത്രയാണോ അവോഗാഡ്രോ നമ്പർ, ദാറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഞാൻ കളക്ട് ചെയ്തു. ഏത് എലമെന്റിനും ഇത് അപ്ലൈ ചെയ്യാം. സപ്പോസ് സോഡിയം, ഞാൻ 6.022 into 10 raised to 23 ആറ്റംസ് സോഡിയം കളക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതിന്റെ മാസ് എടുത്തു. മാസ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ മാസ് 23. ഓക്കെ, ദാറ്റ് ഈസ് 1 mole of sodium, 23 gram ആണ്. ഇതേപോലെയാണ് നമ്മൾ എല്ലാ എലമെന്റിനും ഇത് അപ്ലൈ ചെയ്യുന്നത്. ഏത് എലമെന്റ് നമുക്ക് എടുക്കാം, ആ എലമെന്റിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം നമ്മൾ എടുക്കണം. What is the atomic mass of an element? That much gram we have to collect it. Then we have to count it, the number of atoms. All element that must contain Avogadro number of atoms. That we can apply to any element. That is the most important concept there. Which is the element? What is its atomic mass? That much gram we have to take. That gram contain Avogadro number of atoms. Calcium. How we can apply that Avogadro number there in calcium? Calcium atomic mass is 40. So then 40 gram calcium collect ചെയ്തു. How many atoms? Avogadro number of atoms. ഇനി ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേര് 1 gram atom എന്നാണ്. gram atom. Gram atom means atomic mass expressed in gram is called gram atom. 1 gram atom of carbon എന്ന് പറഞ്ഞാൽ how many gram of carbon? 12 gram of carbon. കാരണം 12 gram ചേരുമ്പോഴേ ഒരു കാർബൺ ആറ്റം ആവത്തുള്ളൂ. അതുകൊണ്ട് 1 gram atom of carbon എന്ന് പറഞ്ഞാൽ 12 gram carbon. 1 gram atom of sodium എന്ന് പറഞ്ഞാൽ 23 gram sodium. 1 gram atom of calcium, that means 40 gram calcium. ഇപ്പൊ നമ്മൾ പേഴ്സണലി എടുത്താലും നമുക്ക് ഒരു ക്ലാസ്സിൽ തന്നെ പലർക്കും പല വെയിറ്റുകളാണുള്ളത്. വെയിറ്റിന്റെ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 68 കിലോഗ്രാം ആണെങ്കിൽ 68 കിലോഗ്രാം ചേരുമ്പോൾ ആ ടോട്ടൽ 68 കിലോഗ്രാം ചേരുമ്പോൾ ഒരൊറ്റ പേഴ്സണേ ആവുന്നുള്ളൂ. സെയിം വേ 12 gram ഈച്ച് എലമെന്റ് ആവിങ് ഇറ്റ്സ് ഓൺ വെയിറ്റ്. അത്രയും വെയിറ്റ് എടുക്കുമ്പോഴേ ആ ഒരു എലമെന്റ് ആവും. അപ്പൊ ആ എലമെന്റിനെ അത്രയും വെയിറ്റിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് 1 gram atom. 1 gram atom ഏത് എലമെന്റ് സ്പെസിഫൈ ചെയ്താലും അതിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെയാണ് 1 gram atom എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. That contain Avogadro number of atoms. Same concept we can apply in the case of molecule also. മോളിക്യൂൾ ആകുമ്പോൾ സിമ്പിൾ മോളിക്യൂളും ഉണ്ട്, കോമ്പൗണ്ട് മോളിക്യൂളും ഉണ്ട്. സിമ്പിൾ ആണെങ്കിലും കോമ്പൗണ്ട് ആണെങ്കിലും what is its molecular mass? That much gram contain Avogadro number of molecules. Water. What is the molecular mass of water? 18 gram. When you are collecting 18 gram of water, that much contain Avogadro number of molecules. Clear now? So molecular mass ഇതേപോലെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഗ്രാമിൽ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാം മോൾ. എലമെന്റിനാകുമ്പോൾ അറ്റോമിക് മാസ്, അപ്പൊ ഗ്രാം ആറ്റം. ഗ്രാം ആറ്റം ഫോർ എലമെന്റ്സ്, ഗ്രാം മോൾ ഫോർ മോളിക്യൂൾ. Whether it is a simple molecule or a compound molecule, both the cases we can introduce gram mole. Molecular mass expressed in gram is called gram mole. The gram mole contain Avogadro number of molecules. So in the case of element we are calculating number of atoms, and in the case of molecule we are calculating number of molecules. Okay. So in the case of
Element or molecule, the number of moles, small letter n. How we can calculate? Given mass divided by atomic or molecular mass. Element ആകുമ്പോൾ നമ്മൾ atomic mass ആണ് എടുക്കുന്നത്, molecule ആകുമ്പോൾ molecular mass. That is the way we can calculate number of moles. M by capital M or W by M. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്, ഒന്ന് സ്മാൾ ലെറ്റർ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് ആറ്റം ആവാം മോളിക്യൂളും ആവാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. മോൾ കോൺസെപ്റ്റ്. Element ആകുമ്പോൾ atoms we can count it, molecule ആകുമ്പോൾ molecule we are counting. Okay, one simple question. Suppose I am having 1 gram of hydrogen. എൻ്റെ കയ്യിൽ 1 gram hydrogen ആണുള്ളത്. How many atoms of hydrogen I am having? How many molecules of hydrogen I am having? ഇങ്ങനെയുള്ള കോൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണം. വണ്ടിയിലുള്ളത് 1 gram hydrogen. How many atoms are there? Number of atoms, that is given mass by atomic mass into Avogadro number. Given mass 1, atomic mass 1, 1 by 1, 1. So അവോഗാഡ്രോ നമ്പർ എത്രയാണോ ആ നമ്പർ തന്നെയാണ് എൻ്റെ കയ്യിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം. 6.022 into 10⁻³ hydrogen atoms are there. അടുത്ത ക്വസ്റ്റ്യൻ, how many molecules are there? Number of moles is equal to given mass by molecular mass. What is given mass? 1 gram. Molecular mass hydrogen 2 ആണ്, H2 ആണ് ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്, into അവോഗാഡ്രോ നമ്പർ. So അവോഗാഡ്രോ നമ്പർ divided by 2. So 3.011 into 10⁻23 molecules. Question is clear in all of you? This you can note it, that moment itself you can note it. How many atoms and molecules are there in 1 gram of hydrogen? Like that you can frame it. Any mass we can take in, any element we can consider, or any molecule we can consider. Different weight നമ്മൾ എടുക്കുന്നു, അതിന്റെ മോളിക്യൂൾസിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതേപോലെ മോളിക്യൂൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ട് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ how many atoms we can count it? How many atoms are there in 10 gram of water molecule? How many atoms are there in 10 gram of water molecule? Note down the question, how many atoms are there in 10 gram of water molecule? How many atoms are there in 10 gram of water molecule? അങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ 10 gram വാട്ടർ മോളിക്യൂൾ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 10 gram വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾ ഉണ്ടായിരിക്കും? നമ്മൾ ഇനി ഒരേ ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒറ്റ വാട്ടർ മോളിക്യൂൾ ആണ് നമ്മളിലുള്ളെങ്കിൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? ഒരു വാട്ടർ മോളിക്യൂൾ എന്താണ് ഫോർമുല? H2O, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. അപ്പോൾ ഒരു മോളിക്യൂളിനകത്ത് എത്ര ആറ്റം ഉള്ളത്? 3 ആറ്റം. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോളിക്യൂളിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, 10 gram water molecule contain how many atoms? 10 gram water molecule contain how many molecules? 10 divided by 18 into Avogadro number. അത്രയും മോളിക്യൂൾസ് എൻ്റെ കയ്യിലുണ്ട്. Given mass by molecular mass into Avogadro number is number of molecule. ഓക്കെ, അത്രയും മോളിക്യൂൾസ് ഉള്ളത്. ഇനി ഒരു മോളിക്യൂളിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റം. അപ്പം 10 by 18 into Avogadro number into 3 total number of atoms. ഓക്കെ, ലൈക്ക് ദാറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്യാൻ നമ്പർ ഓഫ് മോൾസ് വെച്ചുണ്ട്. മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എല്ലാം. ഇതാണ് ബേസിക് ഇക്വേഷൻസ്. ഇത് യു മസ്റ്റ് തറോ ദറ്റ് ഇക്വേഷൻസ്. ഓക്കെ, ദെൻ after the mole concept, the next content you have to study in the chapter is percentage composition. How to calculate the percentage composition of each element in a molecule. For example, I want to calculate the percentage composition of sulfuric acid, H2SO4. Percentage composition. Which are the composition here? Hydrogen, sulfur and oxygen. And അടങ്ങിയിരിക്കുന്ന എലമെന്റുകളാണ് അതിന്റെ കോമ്പോസിഷൻ. അപ്പം percentage composition of hydrogen. How to calculate the percentage composition of hydrogen? Hydrogen, ഈ കോമ്പൗണ്ടിനകത്ത് ഹൈഡ്രജൻ എത്ര മാസ് ഉണ്ട്? 2 mass. What is the total molecular mass? 98 into 100. 98 contain 2 hydrogen atom only. How much for 100? This value will be the percentage of hydrogen. Now how we can calculate the percentage of sulfur? 32 by 98. ഒറ്റ സൾഫറേ ഉള്ളൂ, മാസ് 32. 32 by 98 into 100. How to calculate the mass of oxygen? 16 into 4. 64 by 98 into 100. Okay, clear now? Percentage composition. Mass of that element present in the compound by molecular mass of the compound into 100. Mass of
the given element by molecular mass into 100 percentage composition. ഏത് മോളിക്യൂൾ എടുക്കാം? ഗ്ലൂക്കോസ്, കാർബണിന്റെ, ഹൈഡ്രജന്റെ, ഓക്സിജന്റെ percentage composition നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. വാട്ടർ, what is the percentage composition of oxygen there in water? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 16/18 into 100 വാല്യൂ കാൽക്കുലേറ്റ് എടുക്കുക. ക്ലിയർ? നോ percentage composition. ഏത് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലും this way you can calculate the percentage composition. Now, when you are getting a compound there in chemistry, that compound can be represented by using two formula. ഒരു compoundന് നമുക്ക് രണ്ട് ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെ രണ്ട് ഫോർമുല യൂസ് ചെയ്തത്? One is a molecular formula and other is a empirical formula. Molecular formula, empirical formula. What is the molecular formula? It is the actual ratio of all the elements present in a compound. It is the actual ratio of all the elements present in a compound is called its molecular formula. What is its empirical formula? It is the simplest ratio of all the elements present in a compound. Okay, now I am giving some compound molecular formula and empirical formula. Suppose the compound is benzene. What is the formula? C6. I am writing the wording benzene. What is the formula? C6H6. That is the actual molecular formula. What is its empirical formula? The simplest ratio, CH. Glucose, C6H12O6. So CH2O. Carbonic acid. That is the formula H2CO3. Any common factor is there? No. No common factor, both are same. Okay, this is the relation between empirical formula and molecular formula. Empirical formula is the simplest ratio of all the elements present in a compound. Now, how they are related? What is the relation between empirical formula and molecular formula? What is in molecular formula is equal to N into empirical formula. N is an integer. N is molecular mass divided by empirical formula mass. This is always a whole number. N we are getting the values. N in the possible values 1, 2, 3 etc. only will come. ആ ഒരു ഹോൾ നമ്പർ കൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം മോർ ക്ലിയർ. നിങ്ങളൊരു കൺഫ്യൂഷൻ വരും ഇവിടെ. എൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു മോളിക്കുലർ മാസ് തന്നിരിക്കും. എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മാസ് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഈ റേഷ്യോ എൻ, എന്നിന് എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ച് എംപിരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് മോളിക്കുലർ ഫോർമുല. ഓക്കെ, ദെൻ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് അവർ തരുന്ന കോമ്പോസിഷനിൽ എലമെന്റ് they will be mentioning the element present in the molecule and its percentage composition. രണ്ടുമാണ് തരുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, 3 elements are there in a compound. കാർബണിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ അവർ തന്നിട്ടുണ്ട്. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് 38%. then hydrogen percentage composition they തന്നിട്ടുണ്ട് 6.2%. ഇപ്പൊ 38 6.2 so oxygen 55.8. this you will be getting from the question. How we can find out the empirical formula of this combination? So first you have to find out. Next term is what? Mole ratio. Mole ratio is calculated in the percentage by atomic mass. The percentage in atomic mass on 38 by 12, 6.2 by 1, 55.8 divided by 60. So you will be getting the values. So here 3 point something you are getting, the 6.2. Here 3 point something. Okay. Any അടുത്തത് simple ratio.
how to get the simple ratio next column. ഈ ടേബിൾ കോളം ഒന്നും നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് എടുക്കണം. 2 എലമെന്റ് വെച്ചായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഹൗ വി ആർ ഗെറ്റിംഗ് സിമ്പിൾ റേഷ്യോ കിട്ടുന്നത് ഈ മോൾ റേഷ്യോയിൽ ഏതാണോ ലീസ്റ്റ് മോൾ റേഷ്യോ, ആ ലീസ്റ്റ് മോൾ റേഷ്യോ കൊണ്ട് ഇതിനെ ഓരോന്നിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ലീസ്റ്റ് ആയിട്ട് വരുന്നത് 3. ഇതാണ് ലീസ്റ്റ് വാല്യൂ വരുന്നത്, 3.3 വരും. ഇവിടെ 3.1 2 വരുവാണെങ്കിൽ 3.2 3.64 എന്ന് വരും, 6 സംതിങ്. ഓക്കെ, യു ഹാവ് ടു കാൽക്കുലേറ്റ്. ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്ത് പറയുന്നേ ഉള്ളൂ. ഇതിൽ ഏതാണോ ലീസ്റ്റ് വാല്യൂ, ആ ലീസ്റ്റ് വാല്യൂ കൊണ്ട് ഓരോന്നിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ 3.3 ആണ് ലിസ്റ്റ് എങ്കിൽ 3.3 by 3.3, 6.2 by 3.3, 3.64 by 3.3. അപ്പോൾ സിമ്പിൾ റേഷ്യോ കിട്ടും. സിമ്പിൾ റേഷ്യോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് നിയറസ്റ്റ് ഓർ സിംപ്ലസ്റ്റ് ഹോൾ നമ്പറിലേക്ക് മാറ്റി എഴുതും. ഈ കോളം ഹെഡിങ് എല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോളം ഒന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ യു ടു കീപ് ഇൻ മൈൻഡ് ആൾ ദിസ് കാൽക്കുലേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല. ഇനി ക്വസ്റ്റ്യനിൽ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്കിപ്പോൾ എംപിരിക്കൽ ഫോർമുല എവിടെ നിന്ന് കിട്ടി? ഇപ്പൊ ഇവിടുത്തെ സിമ്പിൾ നിയറസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 1 ഉം 2 ഉം 1 ഉം 1 എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ what is the empirical formula? CH2O എന്ന് വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ അവർ മോളിക്കുലാർ മാസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മോളിക്കുലാർ മാസിന് പകരം നമുക്ക് തരാവുന്ന ഒരു ഓപ്ഷനാണ് വേപ്പർ ഡെൻസിറ്റി. ഹൗ ദേ റിലേറ്റഡ്? മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 2 into വേപ്പർ ഡെൻസിറ്റി. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കാൽക്കുലേറ്റ് എടുക്കാം. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് n എന്ന് കണ്ടുപിടിക്കുക. n-ന്റെ വാല്യൂ എത്ര കിട്ടുന്നു, ദാറ്റ് വാല്യൂ കൊണ്ട് എവനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് മോളിക്കുലാർ ഫോർമുല. സപ്പോസ് n നമുക്ക് കിട്ടി ഇവിടെ 3 എന്ന് വന്നു. എന്തൊരു ഫോർമുല? C3H6O3. ഓക്കെ, ഈ കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ റെഫറൻസ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ. ഇതേപോലെ പെർസെന്റേജ് കോമ്പോസിഷൻ തന്നിരിക്കും. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഇത് ഈ കോളം ഹെഡിങ് എല്ലാം മൈൻഡിൽ കീപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്പർ ഓഫ് മോൾ റേഷ്യോ എടുക്കണം. പെർസെന്റേജിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോൾ റേഷ്യോ കിട്ടും. ദെൻ സിമ്പിൾ റേഷ്യോ. മോൾ റേഷ്യോയിൽ ഏതാണോ ലീസ്റ്റ് വാല്യൂ, ആ വാല്യൂ കൊണ്ട് ഓരോന്നിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് സിമ്പിൾ റേഷ്യോ. ദെൻ നിയറസ്റ്റ് ഹോൾ നമ്പർ യു വിൽ ബി ഗെറ്റിംഗ് എംപിരിക്കൽ ഫോർമുല. Molecular formula and empirical formula. Then next content you have to study, there is limiting reagent. What is meant by limiting reagent? Limiting reagent means the reagent that is completely consumed in a chemical reaction is called limiting reagent. The reagent that completely consumed in a chemical reaction. നമുക്കിപ്പോൾ റിയാക്ടന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ റിയാക്ടന്റ് എടുക്കാം ഫോർ കണ്ടക്ടിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുന്നു. ഇപ്പോൾ ഹൈഡ്രജൻ കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ 2H2 plus O2 gives 2H2. ഇതാണ് കോമ്പിനേഷൻ. ഇവിടെ 2 moles according to this equation, 2 moles of hydrogen required how many moles of oxygen? 1 mole of oxygen, and we will be getting 2 moles of water. Okay, അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ എത്ര മോൾസ് ഹൈഡ്രജൻ എടുക്കുന്നു അതിന്റെ പകുതി മോൾസ് മതി ഓക്സിജൻ. അല്ലെങ്കിൽ നമ്മൾ എത്ര മോൾസ് ഓക്സിജൻ എടുക്കുന്നു അതിന്റെ നേരെ ഡബിൾ വേണം ഹൈഡ്രജൻ. അതാണ് കോമ്പിനേഷൻ. സപ്പോസ് ദിസ് റിയാക്ഷൻ ഐ എം കണ്ടക്ടിങ് വിത്ത് 5 moles ഹൈഡ്രജൻ ആൻഡ് 5 moles ഓക്സിജൻ. ഞാൻ ഈ റിയാക്ഷൻ നടത്തുന്നതിന് വേണ്ടി രണ്ടും ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുത്തു. ഏത് അളവിൽ നമുക്ക് എടുക്കാം? 5 moles 5 moles. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ 2 moles ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ഹൗ മെനി മോൾസ്? 1 mole. അപ്പം 5 moles ഓഫ് ഹൈഡ്രജൻ എത്ര മോൾസ് ആണ് ഓക്സിജൻ വേണ്ടത്? 2.5. 5 moles of hydrogen required 2.5 moles of oxygen. അപ്പോൾ ഇവിടെ 5 moles oxygen നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ എക്സസ് ആണ്, 2.5 എക്സ്ട്രാ വന്നു. അപ്പോൾ ആര് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു? ഇൻ ദീസ് 2 cases ഹൈഡ്രജൻ ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്. കാരണം ഇവിടെ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു, ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു, ഓക്സിജൻ എക്സസ് ആണ്. ഓക്കെ, വിച്ച് റിയേജന്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്? ദാറ്റ് റിയേജന്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജന്റ്. നൗ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഞാൻ എടുക്കുന്നു. 10 gram ഹൈഡ്രജനും 10 gram ഓക്സിജനും എടുത്തു. വാട്ട് വിൽ ബി ദ ലിമിറ്റിംഗ് റിയേജന്റ്? സോ ദിസ് gram we can convert into number of moles given mass by molecular mass. So 5 moles given mass by molecular mass 32. So 0.3
0.31 something, just to calculate, find out correct value. Okay, 5 moles 0.31 moles ആണ് വന്നിരിക്കുന്നത്. Okay, according to the equation, 2 moles of hydrogen required, 1 mole of oxygen, half moles. So 5 moles of hydrogen required, how many moles of oxygen? 2.5. How many moles only here? Only 0.31 only there. So 5 moles of hydrogen required, how many moles? 2.5 moles of oxygen. ഇപ്പോൾ oxygen 2.5 ഇല്ല, oxygen എത്രയേ ഉള്ളൂ? 0.31 ഉള്ളൂ. അപ്പോൾ oxygen കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ 0.31 moles of oxygen required, how many moles of hydrogen? 0.62 moles. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 5 moles ഉണ്ട്, അതിൽ 0.62 റിയാക്ട് ചെയ്യും, ബാക്കിയെല്ലാം എക്സ്ട്രാ ആവും. So in these two cases, which one is the limiting reagent? Oxygen is the limiting reagent. ഇപ്പോൾ നമുക്ക് റിയേജന്റിന്റെ അളവ് വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റൂല, ഡയറക്റ്റ് ആയിട്ട് predict ചെയ്യാൻ പറ്റൂല which one will be the limiting reagent. Just calculation to identify. Sometimes hydrogen may be limiting reagent, sometimes oxygen may be limiting reagent. That depends on the amount of reactant we take. Both are fully consumed, both are limiting reagent. The calculation on the important and limiting reagent, either reaction we can apply. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചുകൊണ്ട് നമുക്ക് എത്ര മോൾസ് ഓഫ് വാട്ടർ ഫോം ചെയ്യുന്നെന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആണ് റിയാക്ട് ചെയ്തത്? 0.31 മോൾസ് ഫുൾ ആയിട്ട് റിയാക്ട് ചെയ്തു. 0.31 മോൾസ് ഓഫ് ഓക്സിജൻ ഫുൾ ആയിട്ട് റിയാക്ട് ചെയ്താൽ അതിന്റെ ഡബിൾ മോൾസ് ഓഫ് വാട്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ടർ എത്ര മോൾസ് കിട്ടുമെന്ന് വെച്ചാൽ 0.62 മോൾസ്. ഓക്കെ, എത്ര പ്രോഡക്റ്റ് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു ലിമിറ്റിംഗ് റിയേജന്റ്. The next concept is stoichiometric coefficients. Stoichiometric coefficient. Stoichiometric coefficient means the coefficient that correlate the number of moles, mass and volume of various reactants and product in a chemical reaction. That name, the name ഇച്ചിരി കട്ടിയാണെന്നേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്, ദാറ്റ് നമ്പേഴ്സ് ആർ കോൾഡ് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്സ്. That correlating the number of moles, volume and the masses of various reactants and product in a chemical reaction. That is stoichiometric coefficient. For water in the case, 2H2 plus O2 gives 2H2O. 2, 1, 2 are stoichiometric coefficient. Based on their coefficient, we can equate the reactant and product with respect to their number of moles or volume or with the mass. How many mass of hydrogen combined with how many mass of oxygen? 4 gram of hydrogen combined with 32 gram of oxygen, we will be getting 2 into 18, 36 gram of water. So this is stoichiometric coefficient. Coefficient that correlating number of moles, volume and the masses of various reactants and product in a chemical reaction. Okay, then stoichiometry വെച്ച് നമുക്ക് കാൽക്കുലേഷൻ, ഇപ്പം ഞാൻ കാൽഷ്യം കാർബണേറ്റിനെ ഡീകമ്പോസ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. വാട്ട് ആർ ദി പ്രോഡക്റ്റ് ഐ ആം ഗെറ്റിംഗ്? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡ്. ആക്ച്വലി ഈ ഡീകമ്പോസിഷൻ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് നമ്മൾ കളക്ട് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്, STP condition, standard temperature and pressure 180 mm 273 Kelvin. That is STP condition. STP-യിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, STP കണ്ടീഷനിൽ നമ്മൾ ഒരു ഗ്യാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ at STP the volume occupied by 1 mole of a gas is, what is this volume? 22.4 liter or 22,400 ml. STP-യിൽ നമ്മൾ ഏതൊരു ഗ്യാസ് കളക്ട് ചെയ്താലും that gas occupies a volume of 22.4 liter. That volume is called molar volume. Molar volume എന്ന് കേൾക്കുമ്പോഴേ ഓർമ്മ വേണം that we are collecting only at STP. That value is always a constant. What is that value? 22.4 liter. So based on that molar volume also we can do the calculation in equations. So when we are collecting gas at STP, based on STP also we can calculate the mole ratio and the amount of gas produced and the amount of substance reacted, that we can calculate. See, according to this equation,
calcium carbonate, what is the molecular mass of calcium carbonate? 100 gram. Here 40 plus 16, 56 gram and 44 gram. Suppose the gas I collected, this carbon dioxide gas I collected at STP. So STP, the molar volume is 22.4 liter if it is 1 mole. Okay, so 1 mole ആണെങ്കിൽ അവിടുത്തെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഈ മോൾ റേഷ്യോ വെച്ചുള്ള കാൽക്കുലേഷൻ, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ, സപ്പോസ് 100 gram, suppose I am using 10 gram calcium carbonate ആണെങ്കിൽ how many gram calcium oxide you will be getting? 5.6. How many gram of carbon dioxide we are getting? 4.4 gram. Suppose I am using only 1 gram, so how many gram calcium oxide? 0.56 or 0.44 gram. ഇപ്പോൾ ഈസി ആയിരുന്നു, നമ്മൾ 10ഉം 1ഉം കൊടുത്തു, കാരണം 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി we can use, suppose I am using here 5 gram or 2 point decimal part also we can give it 5 gram. How to calculate this stoichiometric coefficient? We can apply 100 gram will produce how many gram? 56. How much for 5 gram? Find out. Here also 100 will produce how many gram? 44. How much for 5 gram? അപ്പോൾ ഈ വെയിറ്റ് നമുക്ക് എത്ര വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, 2.5, 1.5, 0.5 or any number, any gram weight. So how much calcium oxide and how much carbon dioxide will be getting, that we can calculate on the basis of this stoichiometric coefficient. Okay, then the same stoichiometric coefficient we can apply in terms of STP volume, molar volume also. 100 gram will calcium carbonate will produce how many volume? 22.4 liter of carbon dioxide. Suppose in a decomposition of calcium carbonate we got 10 liter carbon dioxide. ഞാൻ 10 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് STP കളക്ട് ചെയ്തു, 10 ലിറ്റർ എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ how much gram of calcium carbonate we have to take it? How much gram of marble we heated? How much volume we got? 10 liter. Okay, 10 liter carbon dioxide we got it. So how much gram of marble be heated? So what is the calculation here? For 22.4 liter, for getting 22.4 liter, how much you have to heat in? 100 you have to heat in. How much for 10 liter or this volume? Any value we can introduce. So based on that we will be getting the, so this 22.4 liter is called molar volume. Okay, അല്ലെങ്കിൽ this calculation from ഒരു പർട്ടിക്കുലർ വോളിയം തന്നു, പർട്ടിക്കുലർ വോളിയത്തിനെ നമ്മൾ മോളാർ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൽ ബി ഗെറ്റിംഗ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഒബ്റ്റെയിൻഡ്. Say in, suppose here I got in 10 liter of carbon dioxide and they will be asking how many moles of carbon dioxide we are getting. For the decomposition of calcium carbonate we will be getting 10 liter of carbon dioxide at STP. 10 liter carbon dioxide we get. They are asking how many moles of carbon dioxide will be there. How we can calculate the number of moles? Number of moles is equal to given volume by molar volume. തന്നിരിക്കുന്ന വോളിയത്തിനെ ഒരു മോളിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we will be getting number of moles. Okay, so this type of calculation is too important. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ഏത് ഇക്വേഷൻ ഇതേപോലെ കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇയർ നീറ്റിന് ചോദിച്ചതും ഇതേപോലെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ചുള്ള നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേഷൻ ആയിരുന്നു. അവർ എടുത്ത ഇക്വേഷൻ അമോണിയ ഡീകമ്പോസിഷൻ, NH3 on decomposition will getting N2 H2. Okay, ഇത്ര ഗ്രാം അമോണിയ ഡീകമ്പോസ് ചെയ്യുമ്പോൾ how many moles of hydrogen will be getting? Like that one question was there. Okay, so stoichiometry, this type of questions are very important. You have to practice. Before practicing you try to understand the concept molar volume and calculation of molar volume, STP calculation. Any gas when you are collecting it STP, volume occupied by 1 mole of gas is 22.4 liter. Okay, that is regarding stoichiometric calculation, stoichiometric coefficient, stoichiometric calculation. Limiting reagent is reagent that completely consumed in a chemical reaction. Then empirical and molecular formula, thorough that calculation step columns you have to keep in mind. Never forget when you are getting a question, suddenly that calculation you have to do, make it fast. First percentage by atomic mass you have to take it, then mole ratio,
You have to find out and then simple ratio nearest to whole number. Make it fast and find out what is its empirical formula. Okay, now the last part of the chapter we have to study regarding solution. So solution, the property we just discuss and then we are continuing with the chapter solution. What is meant by solution? Solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a homogeneous mixture of two or more components. രണ്ട് കമ്പോണൻസ് ചേർന്നുണ്ടാകുന്ന ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഹെട്രോജീനിയസ് അല്ല, ഹോമോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒറ്റ ലെയർ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. Which a substance is dissolving, that substance is called solute. In which it is dissolving, that is called solvent. Solvent plus solute gives solution. For the solution, the property solvent in depending, solute in depending. കാരണം അവർ തമ്മിലുള്ള interaction ആണ് solution. അവർ വളരെ പെട്ടെന്ന് interact ചെയ്യുകയാണെങ്കിൽ we will be getting a stable solution. അവർ തമ്മിലുള്ള interaction കുറവാണെങ്കിൽ solutionന്റെ stabilityയും കുറവായിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള interaction-നെയാണ് സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ there is no chemical change. അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല, രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നേ ഉള്ളൂ. That is, as a result we are getting solution. There is no chemical change, just arises the interaction between solvent particles and solute particle. That result solution. ഇപ്പോൾ സൊല്യൂഷന്റെ പ്രോപ്പർട്ടി സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ സോൾവെന്റും സൊല്യൂട്ടും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന? മെയിൻ ആയിട്ട് സൊല്യൂട്ടിന്, നോട്ട് സോൾവെന്റ്. കാരണം സൊല്യൂട്ട് ആണ് അതിന്റെ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മൾ സിംപ്ലി ഇപ്പൊ നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നു. വി ആർ പ്രിപ്പയറിംഗ് എ ലൈം ജ്യൂസ്. ലൈം ജ്യൂസിന്റെ ക്വാളിറ്റി നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സൊല്യൂട്ട് വി ആഡഡ്. നമ്മൾ ആഡ് ചെയ്യുന്ന ലൈമിന്റെയും ഷുഗറിന്റെയും എമൗണ്ട് അനുസരിച്ചാണ് ആ പ്രോപ്പർട്ടി വരുന്നത്. whether it is a good solution or a bad solution. ഒരു നല്ല സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത സൊല്യൂട്ട് പ്രോപ്പർ ക്വാണ്ടിറ്റി ആയിരിക്കണം. സോൾവെന്റ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ലൈം ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസോ 5 ഗ്ലാസോ എത്ര വേണമെങ്കിലും നമുക്ക് സോൾവെന്റ് കളക്ട് ചെയ്യാം. പക്ഷെ അതൊരു പ്രോപ്പർ സൊല്യൂഷൻ ആവണമെങ്കിൽ we have to add proper quantity of solute, then only it become a proper solution. So the main property depends on solute particle. അപ്പോൾ ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ പാർട്ടിക്കിളിന്റെ അളവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആ അളവിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേംസുകളെയാണ് നമ്മൾ വിളിക്കുന്ന കോൺസെൻട്രേഷൻ ടേംസ്. ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് കോൾഡ് ഇറ്റ്സ് എ കോൺസെൻട്രേഷൻ. ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടേംസുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ് mass percentage, oleum percentage, molarity, normality, mole fraction, formality, parts per million. ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? സൊല്യൂട്ടിന്റെ അളവ്. ഓക്കെ, ഇപ്പൊ മാസ് പെർസെന്റേജ് എല്ലായിടവും നമുക്ക് സൊല്യൂട്ടിന്റെ അളവിനാണ് ഇമ്പോർട്ടന്റ്. മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. Oleum percentage, oleum of solute by oleum of solution into 100. Mass percentage, oleum percentage സൊല്യൂഷന്റെ ഡിസ്കവറിയുടെ ബിഗിനിങ് ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. നൗഡേയ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല. നൗഡേയ്സ് വി ആർ യൂസിങ് ദ സ്റ്റാൻഡേർഡ് ടേം. ഫസ്റ്റ് വൺ ഈസ് എ മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB by MB into V in liter. Then second term we studied molality. Then molality, number of moles of solute present per kilogram of the solvent. 1000 WB by MB into WE. WA നമ്മൾ നോർമലി ഗ്രാമിലാണ് എടുക്കുന്നത്. അതിന് കിലോഗ്രാം ആക്കാൻ വേണ്ടി by 1000 കൊടുത്ത് അതാണ് ഈ 1000. ഓക്കെ, ഇത് ഗ്രാമിന് കിലോഗ്രാം ആക്കി. കിലോഗ്രാം വെയിറ്റ് ഓഫ് സോൾവെന്റിൽ ഉള്ളതാണ് മൊളാലിറ്റി. ഈ രണ്ട് ടേമിലെ മൊളാലിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. കാരണം ഇവിടെ വെയിറ്റ് ഓഫ് സോൾവെന്റ് വെച്ചാണ് നമ്മൾ മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ വെച്ചാണ് മൊളാലിറ്റി. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ചേഞ്ച് ചെയ്യും, വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മൊളാലിറ്റി മാറും, പക്ഷെ മൊളാലിറ്റി മാറില്ല. കാരണം ഹിയർ വി ആർ നോട്ട് കൺസിഡറിംഗ് വോളിയം. 1 മോളാർ സൊല്യൂഷനും 1 മോളാർ സൊല്യൂഷനും എടുത്താൽ കോൺസെൻട്രേഷൻ ഇച്ചിരിയെങ്കിലും കൂടുതലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 1 മോളാർ ഈസ് ലിറ്റിൽ ബിറ്റ് മോർ കോൺസെൻട്രേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് 1 മോളാർ. കാരണം 1 മോളാർ സൊല്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ
സോൾവെന്റിന്റെ വെയിറ്റ് നമ്മൾ ആൾറെഡി 1 കിലോഗ്രാം എടുക്കണം. 1 കിലോഗ്രാം വെച്ചപ്പോൾ വാട്ടർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റ് ഉണ്ടെങ്കിൽ 1 ലിറ്റർ വാട്ടർ. 1 ലിറ്റർ വാട്ടർ തന്നെയാണ് 1 കിലോഗ്രാം. ആ 1 ലിറ്റർ വാട്ടർ എടുത്തിട്ട് അതിലേക്കാണ് പിന്നെ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ തന്നെ 1 ലിറ്റർ ഉണ്ട് നമ്മളിൽ സോൾവെന്റ്. ദെൻ വി ആർ ആഡിങ് സൊല്യൂട്ട്. ബട്ട് മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ. സോൾവെന്റും സൊല്യൂട്ടും കൂടെ ചേർന്നേ 1 ലിറ്റർ ആവുന്നുള്ളൂ. ഓക്കെ, ഹിയർ മൊളാരിറ്റി solvent plus solute together make it 1 liter. ഇവിടെയാണെങ്കിലോ solvent alone 1 liter. So 1 molar solution is a little bit more concentrated than that. A slight difference only there than that of 1 molar solution. Then next concentration term you studied there is normality n. Normality n is equal to number of gram equivalent. Number of gram equivalent of solute by volume of solution in liter. Weight of solute by equivalent weight of solute into volume of solution in liter. Gram equivalent per liter, unit of normality. Gram equivalent per liter. So this is normality. But normality ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഇക്വലന്റ് വെയിറ്റ് ആണ്. മൊളാരിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വെയിറ്റ് മോളിക്കുലാർ വെയിറ്റ്. രണ്ട് ഡിഫറെന്റ് ആണ്, ഇക്വലന്റ് വെയിറ്റ് മോളിക്കുലാർ വെയിറ്റ്. ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റെതായ ഇക്വലന്റ് വെയിറ്റ് ഉണ്ട്. ഒരു എലമെന്റിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി. ആസിഡിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ വെയിറ്റ് ബൈ നമ്പർ ഓഫ് റീപ്ലേസ്ഡ് ഹൈഡ്രജൻ ആറ്റം. ബേസിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ വെയിറ്റ് ബൈ നമ്പർ ഓഫ് total valence of the metal ion or number of OH-7 produced ആണ്. OH-7 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ എഴുതാൻ പറ്റൂല. നമ്മളിലുള്ള ബേസ് സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റിൽ ഡയറക്റ്റ് ആയിട്ട് OH- ഇല്ല. അപ്പോൾ ബാലൻസ് ഓഫ് ദി മെറ്റൽ, എല്ലാ ബേസിന്റെയും സ്റ്റാർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. ഇപ്പൊ മെറ്റലിന്റെ ടോട്ടൽ ബാലൻസ് എടുത്താൽ മതി. ഇപ്പൊ സോഡിയം കാർബണേറ്റിന്റെ ഇക്വലന്റ് മാസ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ സോഡിയം കാർബണിൽ 2 സോഡിയം ഉണ്ട്. അപ്പൊ സോഡിയത്തിന്റെ ബാലൻസ് 1, ഇപ്പൊ 2 സോഡിയത്തിന്റെ 2. അപ്പൊ മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് ഇക്വലന്റ് വെയിറ്റ് ബേസിന്റെ. ഇനി ഒരു സാൾട്ടിന്റെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. സാൾട്ടിന്റെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ സാൾട്ടിന്റെ റിയാക്ഷനിൽ അത് എത്ര ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ ഓർ ലോസ്റ്റ്, ഓർ സിംപ്ലി വി ക്യാൻ റൈറ്റ് മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നിങ്ങൾ റിഡോക്സ് റിയാക്ഷനിലൊക്കെ ബാലൻസിങ് പഠിച്ചു. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആസിഡ് മീഡിയത്തിൽ അവൻ എന്തായിട്ട് മാറും? MnO4 minus in acid medium changes to Mn2 plus. So what is the oxidation state of manganese here? +7. +7 changes to +2. What is the change in oxidation state? +7 to +2. The difference is 5. So equivalent mass of KMnO4 is equal to molecular mass by 5. Molecular mass of potassium permanganate എത്രയാ? 158 by 5. So 31.6 gram equivalent is the equivalent weight of potassium permanganate. ഇപ്പൊ ഏത് സാൾട്ടിന്റെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ആ സാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ച്, അതായത് എത്ര ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നു, ദാറ്റ് molecular mass divided by that number of electron involved in the process. അങ്ങനെയാണ് ഒരു സാൾട്ടിന്റെ ഈക്വലന്റ് മാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈക്വലന്റ് മാസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നോർമാലിറ്റിയിൽ യൂസ് ചെയ്യുന്നത്. നോർമാലിറ്റി N and M, normality and molarity. The relation is molarity, capital letter M, molarity into molar mass is equal to normality into equivalent mass.
is the relation between molarity and normality, capital letter M and capital letter N. Molarity into molecular mass is equal to normality into equivalent mass. So molarity, molar mass, normality thanal we can find out equivalent mass. Okay, then next concentration term is mole fraction. Mole in the fraction. What is the symbol we are using for mole fraction? Chi. It is not x. It is a chi symbol, Greek letter chi. Mole fraction. From the word itself, it is clear it is a fraction. Fraction number numerator and denominator. Okay, mole fraction. From mole fraction, which are the moles present in solution? Are they moles of the solution? Solvent in number of moles, solute in number of moles. Solvent in fraction, mole fraction, solute in mole fraction. പിന്നെ ഒരു ക്ലാസ് റൂമിൽ ഒരു മിക്സഡ് ക്ലാസ് റൂമാണ്, ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ഗേൾസിന് നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം, ബോയ്സിന് നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മൊത്തം 40 കുട്ടികൾ, അതിൽ 24 ബോയ്സും ബാക്കി 16 ഗേൾസും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ബോയ്സ്? 40. ബോയ്സിന്റെ നമ്പറിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെയിം കോൺസെപ്റ്റ്. നമ്മളൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോൾവെന്റിന്റെ നമ്പറിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്, A for solvent and B for solute. So chi is equal to Na by Na plus Nb. And mole fraction of solute, chi B is equal to Nb by Na plus Nb. ഏത് ബൈനറി സൊല്യൂഷൻ എടുത്താലും when you are adding these two fractions chi A plus chi B, it is always 1 unity. Chi A plus chi B is unity. Okay, it is mole fraction unit illa because it is a ratio. Then ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ ഫോർമാലിറ്റി പറഞ്ഞു. ഫോർമാലിറ്റി നമ്മൾ എടുക്കുന്നത് സൊല്യൂട്ടിന്റെ മാസിനെ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ കോമ്പൗണ്ടിന്റെ ഫോർമുല മാസ് എടുക്കുമ്പോൾ ചില സബ്സ്റ്റൻസ് ഹൈഡ്രേറ്റഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫോർമുല മാസ് നമ്മൾ വാട്ടർ ക്രിസ്റ്റലൈസേഷനും കൂടെ ചേർത്താണ് ഫോർമുല മാസ് എടുക്കുന്നത്. CuSO4.5H2O, H2C2O4.2H2O, oxalic acid. ഫോർമുല മാസ് അതാണ് ഫോർമാലിറ്റി. Mass of solute by formula mass of solute into volume of solution liter and formality. Then parts per million നമ്മൾ റയർ ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, എന്നാലും parts per million weight of solution ആണ്. parts per million നമുക്ക് കൺവേർട്ട് ചെയ്യാം. parts per million we can convert into milligram or gram. parts per million into 10 to the power 6. ഓക്കെ, അപ്പോൾ സൊല്യൂട്ടിന്റെ വെയിറ്റും സൊല്യൂഷന്റെ വെയിറ്റും നമ്മൾ പാർട്സ് പെർ മില്യൺ തന്നാൽ ഇൻറ്റു 10 to the power 6 കൊടുത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യും, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. ദറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേംസ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ള കോൺസെൻട്രേഷൻ ടേം മൊളാരിറ്റി ആണ്. മൊളാരിറ്റി. ദെൻ വി ക്യാൻ യൂസ് മൊളാരിറ്റി കോൺസെപ്റ്റ്. Molarity concept, first condition, when two solutions are mixed. രണ്ട് സൊല്യൂഷൻ ഞാൻ മിക്സ് ചെയ്തതേ ഉള്ളൂ, രണ്ട് സൊല്യൂഷൻ റിയാക്ട് ചെയ്തിട്ടില്ല, അവർ തമ്മിൽ മിക്സ് ചെയ്തു. ഇപ്പോൾ ഒരു ആസിഡ് സൊല്യൂഷനും വേറൊരു ആസിഡ് സൊല്യൂഷൻ അവരെന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യൂല, ദേ ആർ മിക്സിങ്. അപ്പം ഫസ്റ്റ് സൊല്യൂഷന്റെ മൊളാരിറ്റി M1, വോളിയം V1. സെക്കൻഡ് സൊല്യൂഷന്റെ മൊളാരിറ്റി M2, വോളിയം V2. ദെൻ മൊളാരിറ്റി ഓഫ് മിക്സഡ് സൊല്യൂഷൻ, ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്തു. മൊളാരിറ്റി ഓഫ് മിക്സഡ് സൊല്യൂഷൻ M3 എന്നോ M എന്നോ കൊടുക്കാം. M3 or M is equal to M1 V1 plus M2 V2 by V1 plus V2. This is the molarity of mixed solution. Two solution mix ചെയ്തു, they are not reacting. Okay, they are not reacting, only mixing. Reaction നമ്മൾ പ്രത്യേകം പഠിക്കണം.
two solutions are mixed or 2 or 3 എത്ര സൊല്യൂഷൻ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്പേഴ്സ് ആ ഫ്രാക്ഷൻ കൂടി വരുന്നേ ഉള്ളൂ. m1 v1 plus m2 v2 plus m3 v3 by v1 plus v2 plus v3 ടോട്ടൽ വോളിയം എടുക്കുമ്പോൾ this is a way we can calculate the molarity of mixed solution. The numerical section ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരും. രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്യുമ്പോൾ what is the molarity of the mixed solution. Okay, these are the four colligative property and the calculation of molar mass of solute. That formula you have to thorough it. Then on the basis of osmotic pressure we classify the solution, which are they? Isotonic, hypertonic and hypotonic. Isotonic solution means the solutions having same osmotic pressure. Pi 1 is equal to pi 2. Pi 1 and pi 2 equal angle, we can equate the formula pi is equal to CRT on. Plus C1 is equal to C2. What is C1 concentration? N by V. N1 by V is equal to N2 by V if the volumes are same. So N1 is equal to N2. W1 by M1 is equal to W2 by M2. ഇപ്പോൾ മോളാർ മാസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഒന്നിന്റെ ഒരു സൊല്യൂഷന്റെ മോളാർ മാസ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സൊല്യൂഷന്റെ മോളാർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Same way, you studied hypertonic and hypotonic, that we are comparing with the osmotic pressure. Isotonic solution, one example we are taking is 0.9% of NaCl solution is isotonic with the human blood cell. That is why when we are injecting medicine, the medicine must be dissolved in 0.9% of NaCl. So that solution, because so that medicine is isotonic with our blood cell. Otherwise, the problem will be there. The blood cell will, the particle will move from cell from outside or inside the cell. As a result, the cell will shrink or it will expand. Both the problem will be created. So we must inject the medicine only if it is isotonic in nature with our human blood cells. Then when we are dissolving a solute in a particular solvent, the solute will completely dissociate in solution or partially dissociate, or the solute will be, in the case of association, the solute will be completely associated or partially associated. Okay, see, we studied a Vanco factor for abnormal molar mass. If there is any abnormalities there, we are using Vanco factor. Vanco factor, the term is 1I. How we can calculate? I is equal to normal molar mass by absorbed molar mass. Molar mass and colligative property, how they are related? They are inversely proportional. So in the case of Vanco factor, we can express in terms of molar mass and also in terms of colligative property. Molar mass I is equal to normal molar mass by absorbed molar mass. Abnormal molecular mass arises in the case of dissociation and association of solute particle. Dissociation means split into two. Association means join together. Salt will dissociate and organic acid will associate. Dissociation ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന മോളിക്കുലാർ മാസ് എല്ലായ്പ്പോഴും ആക്ച്വൽ മോളിക്കുലാർ മാസിനേക്കാൾ ലെസ് ആയിരിക്കും. നിയർലി ഹാഫ് ഫുള്ളി വിൽ ബി ഗെറ്റിംഗ്. അസോസിയേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മോളിക്കുലാർ മാസ് എല്ലായ്പ്പോഴും ആക്ച്വൽ മോളിക്കുലാർ മാസിനേക്കാൾ ഹയർ ആയിരിക്കും. അസോസിയേഷൻ, ഡിസോസിയേഷൻ. ഇപ്പൊ ഡിസോസിയേഷന്റെ കേസിൽ ഐ വാല്യൂ എന്ന് പറയുന്നത് സാൾട്ട് ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ആ സാൾട്ട് എത്ര അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അയോൺസിന്റെ എണ്ണം തന്നെയായിരിക്കും ഐ വാല്യൂ. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് 2 അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഐ വാല്യൂ ഈസ് ഈക്വൽ ടു 2. കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ 3. അലൂമിനിയം സൾഫേറ്റ് 5 ഐ വാല്യൂ. നമുക്ക് അയോൺസ് വെച്ചുകൊണ്ട് ഐ വാല്യൂ റൗണ്ട് ഫിഗർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ ഐ വാല്യൂ എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് 1.8 or 1.9. The round value is 2. That round value depends on number of ions present in the solution. And in the case of association, the molecular mass obtained by colligative property will be double, because രണ്ട് മോളിക്യൂൾ ചേർന്നാണ് ഒന്നായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. colligative property depends only on number of particles. അപ്പോൾ അവിടെ ഒരു സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറയുന്ന രണ്ടെണ്ണം ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ മോളിക്കുലർ മാസ് എല്ലായ്പ്പോഴും ഹയർ ആയിട്ടായിരിക്കും വരുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ടേം യൂസ് ചെയ്തത്? Vanco factor I. Okay. In the case of dissociation, I value is always greater than, dissociation greater than 1. And in the case of association, I value always less than 1. If there is no association and dissociation, I is equal to 1. അപ്പോൾ question തരുമ്പോൾ you clearly have to read it. If it is mentioned there dissociation or association, then along with the colligative property formula, you have to use I also there. All the colligative formula into I. That is the way we are using when if there is a dissociation or association of solute particle is there. Okay, then
In the case of association dissociation, when you are adding solute into solvent, the complete dissociation sometimes will not occur, or complete association also will not take place. A part will dissociate or a part will associate. So we can calculate the degree of dissociation and the degree of association. Degree of dissociation. Degree of dissociation, alpha is equal to I minus 1 by n minus 1. Same way, degree of association, alpha is equal to I minus 1 by n minus 1. So, this value we calculate. One qualitative property mentioned, otherwise they will be giving normal molar mass and absorbed molar mass. From that you will be getting I value. N number of ions. So, sodium chloride n in the value direct substitute 2. That is ion produce, that is n. Here I minus 1. Association number I always less than 1. This less than 1. 1 by n. This value also less than 1. So, this minus 1 number automatically plus value we are getting into 100%. Express degree of association and degree of dissociation. We must thorough these two formula. Okay, these are the content. All the formulas you have to chart out. You have to write it in a paper and keep it. Number of formulas are there: molarity, normality calculation and all, and then Henry's law, Raoult's law, then colligative property, all the formula, one cofactor I, then degree of dissociation and degree of association. Thorough the formula and practice the questions. Here the numerical chapters solve state. Padicha formulas chart out cheyuka. Chart out cheyidu vechu kayinal adu padikkumbo adine related aayittulla ideas collect cheyan nokka. Collect cheyyumbo kittunnilla ennundengil that moment again you have to study their content and you proceed. Formulas നമ്മൾ പേപ്പറിലാക്കി വെക്കണം. ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കുക, അതിനകത്ത് നമ്മൾ പഠിച്ച കണ്ടന്റുകളെല്ലാം കീവേഡ് ആയിട്ട് എഴുതി വെക്കുക. ദെൻ ഇലാബറേറ്റ് ചെയ്യുക. ഓരോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതെടുത്ത് ഫോമുല എല്ലാം പറയാൻ പറ്റുന്നുണ്ടോ, ഇതിനെ റിലേറ്റ് ചെയ്ത കണ്ടന്റ് എന്താണ് പഠിച്ചത് അതെല്ലാം റിക്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ദാറ്റ് ഈസ് ദ വേ യു ഹാവ് ടു പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻസ്. Okay, now we can practice some question based on the topic we studied, some basic concept of chemistry and solution. Okay, start writing all of you the questions. Question number 1. First question, the relationship between osmotic pressure, pi 1, pi 2 and pi 3. At a constant temperature when 1 gram glucose, 1 gram urea, pi 2, 1 gram sucrose, pi 3 are dissolved in 1 liter of water is. I am repeating the question. The relationship between osmotic pressure pi 1, pi 2, pi 3 at a constant temperature when 1 gram glucose and pi 1, 1 gram urea and 1 gram sucrose are dissolved in 1 liter of water. Volume same on 1 liter of water is. They given the options. First options they given is pi 1 greater than, pi 2 greater than,
pi 3, and the second option pi 3 greater than pi 2 greater than pi 1. Third option pi 2 greater than pi 1 greater than pi 3. Third option pi 2 greater than pi 3 greater than pi 1. Clear? No question? 3 solution they given: glucose, urea, sucrose. The solute weight they taken is same weight, same temperature we prepare the solution, and same oleum. Osmotic pressure of the solution is directly proportional to pi proportional to Ct, but temperature same on, so pi proportional to C, that is pi proportional to N by V. Oleum same on, so pi proportional to N, so pi proportional to weight by molecular weight. Number of moles is given mass by molecular mass. But pi and weight same on, solute in the weight is same weight, then depends on molecular mass. Molecular mass കൂടുമ്പോൾ osmotic pressure കുറയും. Osmotic pressure and molecular mass are inversely proportional. അപ്പോൾ ഇതിനകത്ത് molecular mass, glucose ന്റെ molecular mass 180, urea 60, sucrose 343. So molecular mass ഏറ്റവും കുറവാർക്ക യൂറിയ, ആ osmotic pressure ആയിരിക്കും ഏറ്റവും കൂടുതൽ. pi 2 greater than pi 1 greater than pi 3. Is it clear now? ഒരേ വെയിറ്റിലാണ് സൊല്യൂട്ട് എടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ വോളിയം സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1 ലിറ്റർ വോളിയം, ദെൻ ടെമ്പറേച്ചർ സെയിം. അങ്ങനെയാണെങ്കിൽ പൈ പ്രൊപ്പോർഷണൽ ടു സി ആണ്. സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. വോളിയം സെയിം ആണ്, അപ്പോൾ പൈ പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഈസ് സെയിം. സൊല്യൂട്ടിന്റെ ആണ് നമ്പർ ഓഫ് മോൾസ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടിനാണ് കോൺസെൻട്രേഷൻ ഉള്ളത്. അപ്പോൾ ആ നമ്പർ ഓഫ് മോൾസ് വെച്ചാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ മോളിക്കുലാർ മാസ് ആണ്. NB ആണ്, NB by V, അപ്പോൾ WB by MB. So WB എല്ലാം 1. So which is the correct option? Third one. Pi 2 greater than pi 1 greater than pi 3. Clear? No question? Then second question. If the elevation boiling point of a solution, if the elevation boiling point of a solution of 10 gram of solute, of 10 gram of 10 gram of solute, 10 gram of solute, bracket lo idana, molar mass is 100. 10 gram of solute, solute in the molar mass 100 in 100 gram of water, in 100 gram of water, in 100 gram of water is delta TB. Elevation boiling point variable ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്, delta TB, comma the KB of water is, the KB molar elevation constant, the KB of water is, first option delta TB by 10, second option delta TB, third option 10 delta TB, and fourth option delta TB by 100. They are asking KB. We study the relation delta TB is equal to 1 KB into M. So delta TB is equal to KB into 1000 WB by MB into WA. So delta TB is equal to KB into 1000 into what is WB, weight of solute 10 gram by molecular mass of solute 100 into weight of solvent 100. So this whole must be cancelled. So delta TB is equal to KB. So the second option is the correct option. Direct formula we have to apply. Delta TB is equal to KB into M. M is 1000 WB by MB into WA. Clear? No question? Direct formula only we are applying. Then go to the third question.
The third question I mentioned here is the unit of Kf. Unit of Kf and Kb you know. What is the unit of Kf? Unit of Kf is Kelvin kilogram per mole. Kelvin kilogram per mole. Then next question. Two solutions A and B are separated by semi-permeable membrane. Two solution A and B are separated by semi-permeable membrane. If water flows from A to B, then options: A is less concentrated than B. A is less concentrated than B, first option. Second option, A is more concentrated than B. Third option, both have same concentration. And fourth option, none of these. The question is based on the osmosis process. Two substances or two solutions are separated by a semi-permeable membrane. Suppose we are separating a dilute solution and a concentrated solution. From where to where that flow will take place? From dilute solution to concentrated solution. ഒരു സോൾവെന്റും സൊല്യൂഷനും തമ്മിലാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ solvent particle move from solvent to solution. Concentrated and dilute solution ആണെങ്കിൽ particle move from dilute to concentrated solution through semi permeable membrane. You know semi permeable membrane that allow only selective particle. Natural and artificial both are there. Artificial example is given example of artificial semi permeable membrane. Yes, copper ferrocyanide. Copper ferrocyanide is an example of artificial. So here the question they given, the particles are moving from A into B. So A is less concentrated than B. First option is the correct option. A is less concentrated than B. Then next question. When common salt is dissolved in water. When common salt is dissolved in water. Option first one, boiling point of solution decreases. Second option, melting point of solution increases. Third option, boiling point of solution increases. Fourth option, both decreases. When a non-volatile solute is added to a solvent, the boiling point of the solution increases. NaCl is non-volatile, so the boiling point will increase. Question is clear now? When common salt is dissolved in water. Options, first one, boiling point decreases, melting point increases. Third option, boiling point increases. Then fourth option, both decreases. So the correct option is boiling point of the solution increases. Go to the next question. Equal mass of solute. Equal mass of solute are dissolved in equal mass of two solvents. Equal mass of two solvents A and B. And form very dilute solution. First, the relative lowering of vapor pressure. The relative lowering of vapor pressure. Relative lowering of vapor pressure for the solution B has twice the relative lowering of A. B has twice the relative lowering of A. First, if Ma and Mb are the molecular mass of solvent A and solute B, Ma and Mb are the molecular mass of solvent A and B, solvent A and B respectively, then first option, Ma is equal to Mb, Ma is equal to
2 MB, then MB is equal to MA by 2 and MB is equal to 2 MA. The relation between the molecular mass of the solvent they are asking. The question is clear now all of you. Equal mass of solute dissolved in equal mass of two solvent. Equal mass of solute and dissolved with the two separate solvent. Mass is same A and B and formed a very dilute solution. The relative lowering of vapor pressure of the solution B has twice the relative lowering of vapor pressure of A. That is a statement in the question. The relative lowering of vapor pressure of B has twice the relative lowering of vapor pressure of A. First stop, if MA and MB are the molecular masses of solvents A and B, then the relation, which is the correct relation? Relative lowering of vapor pressure, what is the expression? P naught A minus PA by P naught A is equal to NB by NA. P രണ്ട് relative lowering of vapor pressure in the relation NB by NA. നമ്മൾ എയുടെ എടുത്തു കഴിഞ്ഞാൽ ബിയുടേതും അടുത്തത് NB by NA ഫോർമുല കൊടുക്കുന്നു. ആദ്യത്തെ ഫോർമുല എക്കും രണ്ടാമത്തത് ബിക്കും ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ബിയുടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ട്വൈസ് ദാൻ ദാറ്റ് ഓഫ് എ എന്നാണ്. അപ്പൊ ആദ്യത്തത് എയുടെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തത് 2 into NB by NA എന്ന് വരും. അപ്പൊ MB is equal to 2 MA എന്നാണ് റിലേഷൻ വരുന്നത്. MB is equal to 2 MA. All of you have to equate that P0A minus PA by P0A is equal to NB by NA. രണ്ട് കേസിലും NB of A by NA of A is equal to NB of B by NA of B. ഞാൻ നമ്മൾ റിലേഷൻ എടുക്കുന്നത് രണ്ട് മാസ്. അപ്പൊ NB ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ their molecular mass MB is equal to 2 MA. Is it clear now all of you? You just equate and you will be getting directly. This is a format. ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. Twice B യുടെ relative lowering of vapor pressure is twice that of A. അപ്പോൾ ഇവിടെ 2 ഇത് A ആണെങ്കിൽ ഇത് B യുടേത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 ഉണ്ട്. 2 into ഇത് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. So MB is equal to 2 MB. Okay. Then next question. The freezing point of 0.05 molal. The freezing point of 0.05 molal solution of non-electrolyte NON non-electrolyte in water is bracket Kf is equal to 1.86 Kelvin molality inverse. Question is clear all of you? The freezing point of 0.05 molar solution of non-electrolyte in water is Kf തന്നിട്ടുണ്ട്. The freezing point of a 0.05 molar solution. Solution the freezing point ആണ്. Solution the freezing point, what is the symbol we using? TF. So delta TF is equal to Kf into M. രണ്ടും തന്നിട്ടുണ്ട്. Then delta TF is equal to T0F minus TF. Delta TF ഇവിടുന്ന് കിട്ടി. So T0F നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ് 0 degree Celsius for water. So find out the first option 0.93 Kelvin. Second one minus 0.93 Kelvin. Third option 0.093 Kelvin. Fourth option minus 0.093 Kelvin. So first you have to calculate delta TF. Delta TF means it is a difference in temperature. Difference in temperature we are getting Kelvin scale. Then delta TF is equal to 0 minus difference. രണ്ട് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ഡിഗ്രി സെൽഷ്യസിലായാലും കെൽവിനിലായാലും ഒന്ന് തന്നെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് കെൽവിനിലാണ് ഡിഫറൻസ് കിട്ടുന്നതെങ്കിൽ അതിന് ഡിഗ്രി സെൽഷ്യസിലോട്ട് എഴുതാം. സോ ബേസ്ഡ് ഓൺ ദിസ് ഡിഫറൻസ് യു ആർ കാൽക്കുലേറ്റിംഗ് TF വാല്യൂ. ഡെൽറ്റ TF ടു ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ ഡിഗ്രി സെൽഷ്യസിലായാലും കെൽവിനിലായാലും ഡിഫറൻസ് ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ TF ഈസ് 0.25 നമുക്ക് കിട്ടി. 0.25 ഡിഗ്രി സെൽഷ്യസിലായാലും 0.25 ആണ്, കെൽവിനിലായാലും 0.25 ആണ്. Okay, because delta TF is a difference in temperature.
So when you are substituting, you are getting the correct option is this one, minus 0.93 Kelvin. All are getting. Next question. Next question. The elevation in boiling point. The elevation in boiling point was 0.52 degrees Celsius when 6 gram of a compound X, when 6 gram of a compound X was dissolved in 100 gram of water, was dissolved in 100 gram of water. Molecular weight of X is molecular mass of X is, then Kb value also given 5.2. 5.2 given value based on given value only we can calculate. Actually exact value of water Kb is not 5.2, 0.52 only. 5.2 nanu question level mention cheyidirikkunu, so we have to use that value only. So 120, options 260, 13, 84 and 412. Molecular mass of solute, direct formula you can apply. Elevation boiling point MB is equal to 1000 kb WB divided by delta TB into WA. Delta TB എന്ന് പറയുന്നത് 0.52 ആണ്, 0.52 Kelvin. ലോവയുടെ ആണ് ഡിഫറൻസ്, കെൽവിൻ ആൻഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് സെയിം. So substitute and find out the answer. MB is equal to 1000 kb WB divided by delta TB into WA. What is the answer you are getting? 60 gram per mole. Next question. And at 27 degrees Celsius, the osmotic pressure of a solution containing 4 gram solute at 27 degrees Celsius, the osmotic pressure of a solution containing 4 gram solute bracket molar mass is equal to 246. Molar mass 246 per liter is. So direct question. Substitute the value in the formula osmotic pressure calculation. Osmotic pressure 0.1 atm, 0.2 atm, 0.8 atm and 0.4 atm. So the osmotic pressure they given the values in atm. Volume is liter, per liter ആണ്, 1 liter ആണ്. So what is the value of R? You have to substitute there. R is equal to 0.0821. That is the value in liter atmosphere. Kelvin inverse, mole inverse. So when you are substituting R in this value, you will be getting osmotic pressure in atm. So find out. Pi is equal to, what is the formula? Pi is equal to WB RT by MB into V. MB also given in the question. So which option you are getting? Yes, 0.4 gram. Fourth option is the correct option. 0.4 gram. All are getting? All are getting the answer? Yes. Next question. 0.9 gram of a non-electrolyte was dissolved in 87.9 gram of benzene. Dissolved in 87.9 gram of benzene. This raised RAISCD, this raised the boiling point of benzene by 0.25 degrees Celsius.
boiling point of benzene by 0.25 degrees Celsius. If the molar mass of the non-electrolyte is, if the molar mass of the non-electrolyte non-electrolyte is 103 gram per mole. So the molar elevation constant of benzene is, molar elevation constant of benzene is, completed now. Second sentence in the question, the molecular mass of the non-electrolyte is 103 gram per mole. Then the molar elevation constant of benzene is. So what is the formula? We can use Kb, delta Tb is equal to Kb into M. M 1000 Wb by Mb into We. The Kb direct at calculate. But delta Tb is raised by 0.25 degrees Celsius and 0.25 Kelvin. Temperature difference on delta Tb. That degree Celsius ആയാലും Kelvin ആയാലും delta Tb is same. So find out what is the answer you are getting. എല്ലാം സെയിം യൂണിറ്റിലാണ് ഓപ്ഷൻസ് 25.15 2.515 എല്ലാമേ Kelvin kilogram per mole. Direct formula you have to substitute there. So what is the answer you are getting? Yes, the fourth one again, 2.515. 2.515. Then next question, writing. All of you completed know that question? All are getting 2.515. Yes, next one. How many number of protons are there in? How many number of protons are there in 10 gram of water? How many number of protons are there in 10 gram of water? Calculate how much you are getting the answer. Protons in the എണ്ണമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 10 gram വാട്ടർ എടുത്താൽ എത്ര പ്രോട്ടോൺ കാണുമെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 10 gram വാട്ടർ കണ്ടെയ്ൻ ഹൗ മെനി വാട്ടർ മോളിക്യൂൾ, ആദ്യം എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന given mass by molar mass into Avogadro number, that much molecules you are having. Correct? That much molecules you are having. ഇനി ജസ്റ്റ് ഇമാജിൻ ആൾ ഓഫ് യു, ഒരു വാട്ടർ മോളിക്യൂൾ ആണ് നമ്മളിലുള്ളത്. ഒരു വാട്ടർ മോളിക്യൂൾ എത്ര പ്രോട്ടോൺസ് ഉണ്ട് ഒരു വാട്ടർ മോളിക്യൂളിൽ? വാട്ടർ മോളിക്യൂളിന്റെ ഫോർമുല He2O, 2 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ ഒരു പ്രോട്ടോൺ, 2 ഹൈഡ്രജൻ 2 പ്രോട്ടോൺ. ഓക്സിജൻ എത്ര പ്രോട്ടോൺ? 8. അപ്പൊ ടോട്ടൽ ഒരു വാട്ടർ മോളിക്യൂളിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട്? 10 പ്രോട്ടോൺ. H2O 10 പ്രോട്ടോൺ ആണ് ഉള്ളത്. ഓക്കെ, H2O 10 പ്രോട്ടോൺ, ഒരു വാട്ടർ മോളിക്യൂളിൽ 10 പ്രോട്ടോൺ. അപ്പൊ ഇത്രയും വാട്ടർ മോളിക്യൂൾ എത്ര പ്രോട്ടോൺ? സോ വാട്ട് ഈസ് ദ കാൽക്കുലേഷൻ? നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഈസ് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് വാട്ടർ മോളിക്യൂൾ. ഒരു വാട്ടർ മോളിക്യൂളിനകത്ത് 10 പ്രോട്ടോൺ. അപ്പൊ ഇത്രയും വാട്ടർ മോളിക്യൂളിൽ സോ 6.022 by 18 into 10 to the power 25. So the answer options in the point 16 3. 3 something. This option you have to choose it. Calculation is clear now. Not only water, any molecule the same way we can consider. First you note out how many molecules are there. That molecule into number of proton in single molecule, total proton you will be getting.
Then the first question നമ്മൾ നമ്പർ ഓഫ് മോൾസ് പഠിച്ചു, അതേപോലെ തന്നെ ഇക്വലന്റ് മാസിനെ കുറിച്ച് പഠിച്ചു. ഇക്വലന്റ് മാസ്. അപ്പോൾ ഇക്വലന്റ് മാസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. one metal that combined with oxygen or combined with chlorine, we will be getting metal oxide or metal chloride. ഇത് വാലൻസിക്ക് അനുസരിച്ച് ഫോർമുല ചേഞ്ച് ചെയ്യും. ഒരു മെറ്റല് കമ്പൈൻ ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തു മെറ്റലിന്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതിൽ ഈ മെറ്റലിന്റെയും ഓക്സിജന്റെയും മാസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മെറ്റലും ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് ചേർന്ന് ഒരു മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്തു. മെറ്റലിന്റെ മാസം തന്നിട്ടുണ്ട്, ഓക്സിജന്റെ മാസം തന്നിട്ടുണ്ട്. They will be asking what is the equivalent mass of the metal. Question is clear now? എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം അപ്പ് ചെയ്യാം. ഒരു മെറ്റല് ഒന്നുകിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹാലജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ഒരു കോമ്പൗണ്ട് കിട്ടി. ആ കോമ്പിനേഷനിൽ മെറ്റല് കമ്പൈൻ ചെയ്ത മാസും തന്നിട്ടുണ്ട്, ഓക്സിജൻ കമ്പൈൻ ചെയ്ത മാസും. ഓക്കെ, അല്ലെങ്കിൽ അവർ പെർസെന്റേജ് കോമ്പോസിഷൻ ആയിട്ട് പറയും. ഓക്കെ, 20% of a metal, 20% of a metal combined with oxygen to form metal oxide. What is the equivalent mass of the metal? Note down the question, all of you. 20. Write down the question. 40% of a metal. 40% of a metal combined with oxygen to form metal oxide. What is the equivalent mass of the metal? So percentage composition ആണ്. അപ്പോൾ mass of metal 40, mass of oxygen 60, total 100 ആകുമ്പോൾ mass composition നമുക്ക് എഴുതാം. ഇനി how to calculate the equivalent mass? Their composition is mass of metal by mass of oxygen is equal to equivalent mass of metal by equivalent mass of oxygen. For chlorine angle, mass of metal by mass of chlorine is equal to equivalent mass of metal by equivalent mass of chlorine. Clear now? So substitute the value. Mass of metal 40 by mass of oxygen 60 is equal to equivalent mass of metal by what is the equivalent mass of oxygen? So ഒരു എലമെന്റിന്റെ equivalent mass എന്ന് പറയുന്നത് അതിന്റെ atomic mass by valency. What is the atomic mass of oxygen? 16. Molecular mass അല്ല നമ്മൾ എടുക്കേണ്ട, atomic mass 16 by 2. What is in 8? So what is the equivalent mass of metal? 40 into 8 divided by 60. .33. Clear now? This is a way. For chlorine angle, the same type of question we can make it with the chlorine or any other element. A relation you must know. Equivalent mass of metal by equivalent mass of combined atom is equal to mass of metal by mass of combined atom is equal to equivalent mass of metal by equivalent mass of combined atom. This relation we can apply. നെക്സ്റ്റ് മോൾ റേഷ്യോയിൽ നമുക്ക് നെക്സ്റ്റ് ഫ്രെയിം ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഒരു മെറ്റല് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തു. there is a combination of, there is more than one combination. Suppose I am getting M2O3 and another combination also there, M3O4 or whatever it is, I don't know. Okay, ഇപ്പോൾ മെറ്റൽ മെൻഷൻ ചെയ്തിരിക്കുന്നു അയൺ. ഓക്കെ, അയൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് Fe2O3 ഫോം ചെയ്യും, Fe3O4 ഫോം ചെയ്യാം. അപ്പൊ അയൺ ഉണ്ട്. ഇപ്പൊ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തു, M2O3 കിട്ടി. അപ്പൊ ഈ മെറ്റലിന്റെ ഓക്സിജന്റെ മാസ് അവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മാസ് ഓഫ് മെറ്റൽ ആൻഡ് ഓക്സിജൻ ഈസ് ഗിവൺ. ഒരു ഫോർമുല തന്നു, അവർ ചോദിക്കുന്നത് നെക്സ്റ്റ് ഫോർമുല, വാട്ട് ഈസ് ദ സെക്കൻഡ് ഫോർമുല? So based on that M2O3
this mole ratio 2/3 is equal to mass of metal by atomic mass of metal divided by, what is this 3 ratio? Mass of oxygen by atomic mass of oxygen. In the question they are giving mass of metal, mass of oxygen തന്നിട്ടുണ്ട്. ഈ 2/3 വെച്ച് നമുക്ക് മാസ് ഓഫ് മെറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അറ്റോമിക് മാസ് ഓഫ് മെറ്റൽ നമുക്ക് അറിയില്ല, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അറ്റോമിക് മാസ് ഓഫ് മെറ്റൽ വിൽ ബി ഗെറ്റിംഗ്, okay, because mass of metal and mass of oxygen are given in the question, so we will be getting atomic mass of the metal. Okay, then the second ratio നമുക്ക് അറിയില്ല. This ratio x is to y എന്ന് ഞാൻ അസ്യൂം ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ഞാൻ കൊടുക്കുന്നു mx ഉം oy. അപ്പോൾ നെക്സ്റ്റ് റേഷ്യോ നമ്മൾ എഴുതുന്നു x/y is equal to, നമുക്ക് അറ്റോമിക് മാസ് മെറ്റൽ കിട്ടി. അപ്പോൾ ഈ മെറ്റലിന്റെ ഈ റേഷ്യോയിലെ മാസും ക്വസ്റ്റ്യൻ തന്നിരിക്കും. അപ്പോൾ ഈ മാസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദിസ് റേഷ്യോ. This type of question also there in mole concept or in the some basic concept of chemistry. This type of question you will be getting. This is the mole ratio is mass of metal by atomic mass of metal divided by mass of oxygen by atomic mass of oxygen. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഫ്രെയിം ചെയ്യാം, കാരണം ട്രാൻസിഷൻ എലമെന്റ്സിലെല്ലാം വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഡിഫറെന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. മാസം തന്നിട്ടുണ്ട്, ഒരു ഫോർമുലയും തന്നു കഴിഞ്ഞാൽ അടുത്ത ഫോർമുല നമുക്ക് കണ്ടുപിടിക്കും. ഓക്കെ, now next question, write down. $20 grams of hydrogen, 20 grams of hydrogen and 20 grams of hydrogen and 40 grams of oxygen are reacted for the formation of water. Are reacted for the formation of water. Identify the limiting reagent. 2H2 plus O2 gives 2H2O. 20 gram, 40 gram. So 20/2, 10 moles. 40/32, 1.32, 8. .25 moles. So 10 moles of hydrogen required how many moles of oxygen according to the equation? 5 moles. 1.25 moles of oxygen required 2.5 moles of hydrogen. So hydrogen is an excess and oxygen is the limiting reagent. Which is the limiting reagent here? Oxygen. Oxygen is the limiting reagent. Are you not know? From the option you can choose it which is the limiting reagent. Hydrogen, oxygen, both are none of these. 4 options are there. But which is the limiting reagent? Hydrogen is the, sorry, oxygen is the limiting reagent. Hydrogen excess and oxygen is the limiting reagent. Clear now? Okay. Okay, next question. Note down the next question. The number of silver atoms. The number of silver atoms. The number of silver atoms present in a 90%, 90% pure silver. Pure silver wire weighing
pure silver wire weighing 10 gram is 10 gram is. Options are given. First option is 8 into 10 to the power 22, 0.62 into 10 to the power 23, 5 into 10 to the power 22, 4, 6.2 into 10 to the power 22. Question is clear, all of you? The number of silver atoms present in 98% of pure silver wire weighing 10 gram is. How many atoms are there? What is the atomic mass of silver? Atomic mass of silver is 108, 108. So if you are taking 108 gram of silver, what is the percentage composition given? 0.9% only. 100 ile 0.9 only silver. How much for? What is the given mass? 10 gram. 108 is the atomic mass. 0.9% composition. 90% is 0.9. How much gram? How much for? 10 into Avogadro number Ne. It will be the answer. 108 gram എടുത്തു കഴിഞ്ഞാൽ atomic mass എടുത്താൽ 0.9% ഉള്ളൂ. What is the given mass? 10 gram. How much atom into Avogadro number? So 5 point something. .5 something only you are getting. So the correct option you are getting the third one. Are you getting now? Then next question. The chloride of a metal contains chloride of a metal the chloride of a metal contains 71% chlorine by weight. 71% chlorine by weight, and the vapor density of it is 50. The atomic weight of the metal will be. The chloride of a metal contains 71% chlorine by weight, and the vapor density is 50. The atomic weight of the metal will be. Atomic weight of the metal 29, 2, 58, 3, 35.5, 4, 71. Vapor density is 50. Vapor density 50 ആണെങ്കിൽ molecular mass 100 ആണ്. Total mass 100 ആണ്. അപ്പോൾ 100 71 ആണ് ആര്? ക്ലോറിൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ലോജിക്കലായിട്ട് നിങ്ങൾ കറക്റ്റ് വായിച്ചു നോക്കിയാൽ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറും ഉണ്ട്. കാരണം ടോട്ടൽ 71%, ടോട്ടൽ മോളിക്കുലർ മാസ് എത്ര തന്നെ? 100. 71 ക്ലോറിൻ. 71 ക്ലോറിൻ ആണെങ്കിൽ മെറ്റൽ എത്ര? ബാക്കി 100 ബാക്കിയല്ലേ മെറ്റൽ വരുന്നത്. ടോട്ടൽ 100. കാരണം വേപ്പർ ഡെൻസിറ്റി 50 ആണെങ്കിൽ മോളിക്കുലർ മാസ് ഈസ് 100. 100 71% ആരാണ്? ക്ലോറിൻ. റിമൈനിങ് പെർസെന്റേജ് ഈസ് മെറ്റൽ. റിമൈനിങ് ഈസ് 29. 100 minus 71, 29 is the answer. Then next question on reduction. Next question on reduction with hydrogen. 3.6 gram of an oxide of a metal. 3.6 gram of an oxide of a metal left 3.2 gram of the metal. On reduction with hydrogen, 3.6 gram of an oxide of a metal left 3.2 gram of the metal. If the atomic weight of the metal is 64, the simplest formula of the oxide would be, the simplest formula of the
oxide ആണ്. Oxide means based on the valency metal you will be getting the oxide formula. The options are MO, MO2, M2O, M2O3. What is the answer you are getting? Total mass is given, so metal mass you will be getting. So in the question you have to assume, suppose the formula of the metal oxide is M2X. We can assume the metal oxide formula is M2OX. കാരണം ഓക്സിജൻ വാലൻസി 2 ആണ്, മെറ്റലിന്റെ വാലൻസി നമുക്ക് അറിയില്ല. മെറ്റലിന്റെ വാലൻസി യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് X, M2X. So 2 into number of moles of M2X is equal to 1 into number of moles of M. 2 into number of moles of M2X. 2 into number of moles of M2X is equal to 1 into number of moles of M. So from that you are getting the X value. X value is equal to 1. So the formula is M2O. Okay, like that in the colligative property also more question we have to practice based on the formula, and you will be getting more number of questions for practicing. Okay, so before that you have to thorough all the equations, all the formulas and all. Some basic concept of chemistry also we have to include the numerical, mainly empirical and molecular formula calculation, number of moles calculation, and STP Olein calculation. Such numericals are there, lot of numericals are there. Okay, now I am binding the topic here, and you will be getting the questions for practice. That question, that time again we can discuss the problems. Okay, so maximum number of questions you have to practice. Shall I wind up now? I hope you all of you understood the topic, some basic concept of chemistry and solution, some ideas you got it, so you have to thorough it.